നോക്കണ്ട ഗൈസ്, അത് പൊട്ടിപ്പോയി. ഇന്ന് ഞങ്ങളുടെ ലൈഫിലുള്ള ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ, April 23. ഞങ്ങൾ പൊന്നൂസുമോളെ കയ്യിൽ കിട്ടിയ ദിവസമാണ്. അപ്പോൾ അത് എത്രത്തോളം സ്പെഷ്യലാണോ അത്രത്തോളം അവളെ ബർത്ത്ഡേ സ്പെഷ്യലാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇന്നത്തെ ലൊക്കേഷൻ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ട് സൈഡിലുള്ള കുമ്മിണിപ്പറമ്പ് എന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ചായ്പോട്ടിലാണ്. ഞങ്ങൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിലും ആ വൈബ് ഞങ്ങൾക്ക് അങ്ങ് ബോധിച്ചുകൊണ്ട് തന്നെ എല്ലാവരും കൂട്ടിയിട്ട് അവിടെ ചെന്ന് ആഘോഷിക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത ലാസ്റ്റ് ആളാണ് പൊന്നൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ, അനുവേദ. അവളും കൂടി വന്നതോടെ നമ്മൾ പിന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് തിരിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ചേർന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. യൂണിക്കോണിൻ്റെ തീമിൽ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള കേക്കാണ് നമ്മൾ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കേക്ക് കട്ടിങ് കഴിഞ്ഞു, അത് നമ്മളെല്ലാവർക്കും സെർവ് ചെയ്തു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചായപ്പോട്ടിലുള്ള സ്റ്റാഫ്സ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. അവിടെ നല്ല ഓപ്പണായി കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടെ നല്ല റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള ഒരു ഇൻറ്റൻഷനോട് മാത്രമായിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തത്. പക്ഷേ അവർ ഗിഫ്റ്റ്സൊക്കെ ആയിട്ടാണ് വന്നത്. എന്തായാലും മോൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. നമ്മൾ രണ്ടുപേരുടെയും വീട്ടുകാരും പിന്നെ നമ്മുടെ ഉമ്മയും പിന്നെ ആകാശൻ്റെ കുറച്ച് കൊളീഗ്സും ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ. ഫോട്ടോസിലൊന്നും കാണാൻ കിട്ടിയില്ല, നിന്ന് തരില്ല, അതുകൊണ്ടാട്ടോ ഇപ്പം കാണിച്ചു തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ. ഇനി ഞാൻ വേറെ ആളും കൂടി കാണിച്ചു തരട്ടെ. ഇതാണ് ഞങ്ങളുടെ ഉമ്മ. എൻ്റെ വീഡിയോയിൽ കുറച്ചാളെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉമ്മ എന്ന് പറയുന്ന ആരാന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങളുടെ ഉമ്മ. പിന്നെ ഞങ്ങളെല്ലാവരും പൊന്നൂസിന് കേക്ക് കൊടുത്തു, എല്ലാവരുടെ വകയും ഗിഫ്റ്റ്സൊക്കെ കിട്ടി. ചിക്കും സച്ചും ഒക്കെ നാട്ടിലെത്തിയോണ്ട് തന്നെ പൊന്നൂസിന് ഭയങ്കര സന്തോഷമായിട്ട്. പിന്നെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അതിനടുത്തൊരു പ്ലേ ഏരിയ ഉണ്ട്, കുട്ടികൾ അവിടെ പോയി കളിക്കും. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്തു, സ്വീറ്റ്സൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പക്ഷേ അത് അവൾ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പിക്കൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയി ഗൈസ്. എൻ്റെ അടുത്ത് ഒറ്റൊരു നല്ല ഫോട്ടോ പോലും ഇല്ല. വീഡിയോസും ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയാം. ഞങ്ങളുടെ പൊന്നൂസുമോളുടെ ഈ ബർത്ത്ഡേ ഇത്തിരി സ്പെഷ്യലാക്കി തന്നെ മോളെ ഇത്തിരി ഹാപ്പി ആക്കാൻ ഹെൽപ്പ് ചെയ്ത നമ്മുടെ ബർത്ത്ഡേക്ക് വന്നാൽ നിങ്ങളെല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്.